ഞങ്ങളുടെ ജീവിതത്തിലെ ഒരിക്കൽ പോലും മറക്കാനാവാത്ത ഒരു നിമിഷങ്ങളായി ജീവിതത്തിൽ അവശേഷിക്കണം എന്ന് ഉച്ച കഴിഞ്ഞെന്നാണ് ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും. എന്നെ തന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്തട്ടെ. നിങ്ങൾക്ക് കുറേ പേർക്ക് എന്നെ അറിയാം. എൻ്റെ പേര് സെലീൻ ചാക്കോ എന്നാണ്. കഴിഞ്ഞ 25 വർഷം കർത്താവിൻ്റെ വേലയിൽ അധ്വാനിപ്പാൻ എൻ്റെ ഭർത്താവിനോട് ചേർന്ന് സുവിശേഷത്തിന് പങ്കാളിത്തം വഹിപ്പാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. വി ആർ ബ്ലസ്ഡ് വിത്ത് 2 girls. 2 കുഞ്ഞുങ്ങൾ ഞങ്ങൾക്കുണ്ട്, റേച്ചൽ ആൻഡ് ഡെബി. മൂത്ത മോളെ 22 വയസ്സും രണ്ടാമത്തെ മോളെ 19 വയസ്സും. മാനുഷികമായിട്ട് ഏതെങ്കിലും കരം എന്നെ സുവിശേഷ വേലയിൽ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഹസ്ബൻഡാണ്. ഞാൻ കർത്താവിൽ വളരെ വലുതാണ്, കർത്താവിൻ്റെ വേല വളരെ ശക്തിയോടെ ചെയ്യണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും എല്ലാത്തരം മോട്ടിവേഷൻ ചെയ്ത എൻ്റെ ഹസ്ബൻഡാണ് ഡോക്ടർ കെ സി ചാക്കോ. ഞങ്ങൾക്ക് ഒരുമിച്ച് അനേക ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടുവാൻ കഴിഞ്ഞ നാളുകളിൽ ദൈവം നിങ്ങളെ സഹായിച്ചു. അതോടെ തന്നെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്തു. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എല്ലാവരോടും കാണുന്ന എല്ലാവരോടും സുവിശേഷം പറയണമെന്ന് എന്നെ സ്വാധീനിച്ച ഒരു ട്രൂ സ്റ്റോറി പറഞ്ഞ് യോഗം ആരംഭിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ഓസ്ട്രേലിയയിൽ സിഡ്നി ജോർജ് സ്ട്രീറ്റിൽ താമസിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ജെനർ എന്നാണ് പേര്, ഫ്രാങ്ക് ജെനർ. അദ്ദേഹം ഫ്രാൻസിസ് ഡിക്സൺ എന്ന് പറയുന്ന ഒരു ബാപ്റ്റിസ്റ്റ് പാസ്റ്റർ ഇംഗ്ലണ്ടിൽ തൻ്റെ ചർച്ചിൽ ഒരു ക്രൂസൈഡ് നടത്തുമ്പോൾ പീറ്റർ എന്ന് പറയുന്ന ഒരു സഹോദരനോട് ടെസ്റ്റിമണി പറയാൻ പറഞ്ഞു. പീറ്റർ എങ്ങനെ സാക്ഷ്യം പറഞ്ഞു? ഞാൻ ഓസ്ട്രേലിയയിൽ സിഡ്നിയിൽ ജോർജ് സ്ട്രീറ്റിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ എൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇന്ന് നീ മരിച്ചാൽ എവിടെയാ പോവുക? നിന്നോട് ഇങ്ങനെ ചോദിക്കുന്നതിൽ നീ പരിഭ്രമിക്കരുത്. ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ. വിഷമിക്കത്തില്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നീ ഇത് ചിന്തിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം മടങ്ങിപ്പോയി. പോകുന്ന വഴികളിലെല്ലാം ഹൃദയത്തിൽ ഇങ്ങനെ ഒരു വലിയ ചോദ്യചിഹ്നം. ഞാൻ മരിച്ചാൽ എവിടെ പോകും? സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ? വളരെ യാദൃശ്യമായിട്ട് വേറൊരു ക്രിസ്ത്യനെ പരിചയപ്പെടുവാനും കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കുവാനും ഇടയായി തീർന്നു എന്നുള്ള സാക്ഷ്യം കേട്ടു. ഈ ഫ്രാൻസിസ് ഡിക്സൺ പാസ്റ്റ് ഡോക്ടർ വേറൊരു സ്ഥലത്ത് മീറ്റിംഗ് നടത്തുമ്പോൾ പീറ്ററിൻ്റെ സാക്ഷ്യം പറഞ്ഞപ്പോൾ അവിടെ യോഗത്തിൽ നിന്ന് ഒരാൾ കൈപൊക്കി പറഞ്ഞു, ഞാൻ മറ്റൊരാളാണ്. ഞാൻ ഓസ്ട്രേലിയ സിഡ്നിയിൽ ജോർജ് സ്ട്രീറ്റിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ പെട്ടെന്ന് എൻ്റെ മുന്നിലേക്ക് ചാടി വീണു. എന്നിട്ട് പറഞ്ഞു, നീ മരിച്ചു പോയാൽ ഒരു കാര്യം ചോദിക്കുന്നതിൽ പരിഭവിക്കരുത്. നീ ഇന്ന് മരിച്ചു പോയാൽ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ? അതിനെക്കുറിച്ച് നീ ഒന്ന് ചിന്തിക്കണം എന്ന് മാത്രം പറഞ്ഞിട്ട് മാറിപ്പോയി. അദ്ദേഹം പോകുന്ന വഴികളിലെല്ലാം ഹൃദയത്തിൽ ഇങ്ങനെ വലിയ ഒരാഴമേറിയ ചിന്ത ഹൃദയത്തിൽ വന്ന് വളരെ അതിശയകരമായിട്ട് വേറൊരാളെ പരിചയപ്പെടുകയും യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുകയും ചെയ്യാൻ ഇടയായി തീർന്നു എന്ന് പറഞ്ഞു. ഇദ്ദേഹം സൗത്ത് ഓസ്ട്രേലിയയിൽ വേറൊരു കോൺഫറൻസ് ആൽഡേൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നടത്തുമ്പോൾ പീറ്ററിൻ്റെയും ഈ നോവലിൻ്റെയും സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ വേറൊരു മനുഷ്യൻ എഴുന്നേറ്റ് പറയുകയാണ്, ഞാൻ ഓസ്ട്രേലിയയിൽ സിഡ്നിയിലൂടെ കടന്നു പോകുമ്പോൾ, സിഡ്നി ജോർജ് സ്ട്രീറ്റിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ എൻ്റെ മുന്നിൽ വന്ന്, നീ ഇന്ന് മരിച്ചാൽ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ? ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കണമെന്ന് മാത്രം പറഞ്ഞ് കടന്നുപോയി. വളരെ യാദൃശ്യമായിട്ട് എനിക്ക് യേശുവിനെക്കുറിച്ച് കേൾക്കുവാനും പരിചയപ്പെടുവാനും അതിനുശേഷം ഇടയായി തീർന്നു. ഇങ്ങനെ ഇദ്ദേഹം പല സ്ഥലങ്ങളിൽ ചെന്ന് ഈ ഡോക്ടർ ഫ്രാൻസിസ് ഡിക്സൺ മെസ്സേജ് നടത്തുമ്പോൾ പലരെ ഇങ്ങനെ പരിചയപ്പെടുവാൻ ഈ സാക്ഷ്യം പറഞ്ഞപ്പോൾ അനേകർ കടന്നു വന്നിങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞു. ഞങ്ങൾ റോയൽ നെയിൽ സിഡ്നിയിൽ താമസിക്കുമ്പോൾ ഞങ്ങൾ ജോർജ് സ്ട്രീറ്റിൽ കൂടെ നടന്നു പോയപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ മുന്നിൽ വന്ന് പറഞ്ഞു, ഇങ്ങനെ നിങ്ങളൊന്ന് മരിച്ചാൽ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ? ആ ചിന്ത എന്നെ വളരെ ഭരിച്ചു. യേശുവിനെ എനിക്ക് കണ്ടുമുട്ടുവാനായിട്ട് ഇടയായി തീർന്നു. ഇത്രയും കേട്ടപ്പോഴത്തേനും ഫ്രാൻസിസ് ഡിക്സൺ വിചാരിച്ചു, ഈ മനുഷ്യനെ ഓസ്ട്രേലിയയിൽ തന്നെ പോയി ഒന്ന് കാണണം എന്ന് കരുതി ഓസ്ട്രേലിയ സിഡ്നിയിൽ കടന്നു ചെന്നപ്പോൾ അവിടെ ചെന്ന് ജോർജ് സ്ട്രീറ്റിൽ ചെന്നിട്ട് ചോദിച്ചു, ഇങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച് അറിയാമോ? അപ്പോൾ ഒരു ക്രിസ്ത്യൻ വർക്കർ പറഞ്ഞു, ഐ ടേക്ക് യു, ഞാൻ തന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സിമ്പിൾ ഹട്ടിൽ ഒരു സിമ്പിൾ ഹൗസിൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, നിന്റെ പ്രവർത്തനം കൊണ്ട് രക്ഷിക്കപ്പെട്ട 4 യങ് പീപ്പിളിൻ്റെ സ്റ്റോറി പറയാൻ തുടങ്ങിയപ്പോഴത്തേനും ഈ ഫ്രാങ്ക് ജെനർ കണ്ണുനീരോടെ കണ്ണിൽ നിന്ന് ധാരധാരായിട്ട് കണ്ണുനീരൊഴുകാൻ തുടങ്ങി.
അപ്പോൾ പറഞ്ഞു ഇങ്ങനെ അനേകരെ അദ്ദേഹം പറഞ്ഞു ഞാൻ ആകെ ചെയ്യുന്നത് ഞാൻ 1937 എൻ്റെ യേശുവിനെ ഞാനൊരു ഗ്യാമ്പളറായിരുന്നു, വലിയ ഭാവിയായിരുന്നു. ദൈവം എന്നെ രക്ഷിച്ചു, എൻ്റെ വലിയ സ്വഭാവത്തിൽ നിന്ന് പാപ സ്വഭാവത്തിൽ നിന്ന് മാറ്റി എന്നെ രൂപാന്തരപ്പെട്ടപ്പോൾ ഞാൻ ദൈവത്തോട് കമ്മിറ്റ് ചെയ്തു. എനിക്കിനി കിട്ടുന്ന സമയം മുഴുവൻ ഞാൻ യേശുവിനെ സാക്ഷിക്കുമെന്ന് പറഞ്ഞു. അന്ന് മുതൽ ഞാൻ 16 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുകയാണ്. പക്ഷെ ആരും രക്ഷിക്കപ്പെട്ടതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. 4 പേര് രക്ഷിക്കപ്പെട്ടെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ അങ്ങനെ ഒഴുകുവാൻ തുടങ്ങി. ഉടനെ തന്നെ അദ്ദേഹം ഇന്ത്യയിൽ ചെന്ന് ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ അവിടെയും ഒരാളെ പരിചയപ്പെട്ടു. അനേക സ്ഥലങ്ങളിൽ പരിചയപ്പെട്ടു എന്ന് കരുതിയപ്പോൾ ഫ്രാങ്ക് ചന്നർ പറഞ്ഞു, ഞാൻ ആകെ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള 30 പേരാണ്. ഞാൻ എല്ലാ സാറ്റർഡേയിലും ഈ സുവിശേഷം പറയുവാനായിട്ട് കടന്നു പോകും. അപ്പോൾ ഇത്രയും പേരുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്തില്ലോ എന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷം. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ ഒരേ ഒരു ആഗ്രഹം, ജനറുടെ ആഗ്രഹം, എനിക്ക് സൺഡേയിൽ തന്നെ മരിക്കണമെന്നാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റോറി, അദ്ദേഹത്തിൻ്റെ ലൈഫ് ഹിസ്റ്ററി എല്ലാം കേട്ടപ്പോൾ ഇത്രയും പേര് കർത്താവിന് വേണ്ടി ഒരു ലൈൻ സർമണയാകാൻ കൊടുത്തോളൂ. പക്ഷെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. എൻ്റെ യേശുവിനെ എത്രമാത്രം രൂപാന്തരപ്പെടുത്തിയതുകൊണ്ട് എൻ്റെ ആയുഷ്കാലം മുഴുവനും ഞാൻ യേശുവിനെ സേവിക്കുമെന്നുള്ള ഒറ്റ കമ്മിറ്റ്മെൻറ്റിൽ അദ്ദേഹം 100 കണക്കിന് അദ്ദേഹത്തിൻ്റെ 28 വർഷം ജീവിച്ചു എന്നാണ് പറയുന്നത്. ഇത് ട്രൂ സ്റ്റോറിയാണ്, ഒരു കട്ടുകഥയുമല്ല. 28 ഇയേഴ്സ് കൊണ്ട് 100,000 പീപ്പിളിനോട് സുവിശേഷം പറയാൻ ഒറ്റ ലൈനേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് വലിയ എഡ്യൂക്കേഷനോ ഇന്നലെ പ്രസംഗിച്ചതാണ്, നമ്മൾക്ക് കഴിവോ തൻ്റെടമോ ഉള്ളവരൊന്നുമല്ല കർത്താവ് തെരഞ്ഞെടുത്തത്. അന്ന് 12 ശിഷ്യന്മാരെ 3.5 വർഷം കൂടെ താമസിപ്പിച്ച് പഠിപ്പിച്ച് എല്ലാ നോളജും കൊടുത്ത് ആരുമല്ല കർത്താവ് തെരഞ്ഞെടുത്തത്. ഈ വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏറ്റവും ആദ്യം യേശുക്രിസ്തു ലോകരക്ഷിതാവാന്ന് ഏറ്റവും ആദ്യമായിട്ട് ലോകത്തിന് വിളമ്പിക്കൊടുത്ത് ഏറ്റവും ആദ്യമായിട്ട് പറഞ്ഞത് ആരാണെന്നറിയാമോ? ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലുള്ള വിധവയായ 7 വർഷം മാത്രം ഹസ്ബൻഡിനോടുകൂടെ ജീവിച്ചിട്ട് 84 വർഷം ആലയത്തിൽ യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്ന ആ സഹോദരിക്കാണ് യേശുക്രിസ്തു ചർച്ചിൽ സാധാരണ ഒരു കുഞ്ഞിനെ പോലെ കൊണ്ടുവന്നതേ ഉള്ളൂ. കർത്താവിനെ കണ്ട മാത്രയിൽ ലോകത്തിൻ്റെ രക്ഷിതാവാണെന്ന് ലോകത്തിന് വിളിച്ചു പറഞ്ഞത് ഒരു സ്ത്രീയാണ്. എന്തുകൊണ്ടാണ്? മറ്റുള്ളവർക്കെല്ലാം യേശുവിന് പ്രത്യക്ഷമാകാമായിരുന്നല്ലോ. 12 പേരുണ്ടായിട്ടും ഒരു സ്ത്രീയാണ് ആദ്യമായിട്ട് വലിയ ശുശ്രൂഷയ്ക്ക് ദൈവം തിരഞ്ഞെടുത്ത് അയച്ചത് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കരങ്ങളിലെ വലിയൊരു ഹാൻഡി വർക്കാണ് നമ്മൾ. ഈ സുവിശേഷ വലയുന്ന ലോകത്തിൽ 80% നടക്കുന്നു സ്ത്രീകളാണെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഷോക്ക് അടിക്കേണ്ട കാര്യമില്ല. ചൈനയിൽ 80% ആളുകൾ കർത്താവിനെ രക്ഷിതമായിട്ട് സ്വീകരിക്കുന്ന അവിടെ സ്റ്റോറി അന്വേഷിക്കുമ്പോൾ സ്ത്രീകളാണ്. ഞാനിത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം കർത്താവിന് വേണ്ടി അനേകരെ നേടുവാൻ വലിയ കഴിവോ പ്രാപ്തിയുമില്ല. ആ ജനറെ പോലെ ഒറ്റ വേട് പറഞ്ഞാൽ മതി. ഇന്ന് മരിച്ചാൽ സ്വർഗത്തിൽ പോകുമ്പോൾ നരകത്തിൽ പോകുമ്പോൾ ആ തോട്ടിട്ട് കൊടുക്കുക. അത് അവർ പിന്നീട് ചിന്തിക്കുകയും പ്രാർത്ഥിച്ചു കൊടുത്താൽ മതി. കർത്താവ് അവരെ രക്ഷിക്കുകയും ചെയ്യും. ഇന്ന് നമ്മൾക്കിങ്ങനെ ഒരുമിച്ച് കൂടുവാനായിട്ട് ദൈവം ഭാഗ്യം തന്നല്ലോ. ഈ സ്റ്റോറി ഞാൻ പറഞ്ഞത് എപ്പോഴും ആരെ കണ്ടാലും സുവിശേഷം പറയാൻ എനിക്ക് ഏറ്റവും പ്രേരക ശക്തി നൽകിയത് ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറിയാണ്. ഒരിക്കലും ലജ്ജിക്കാതെ കഴിവോ പ്രാപ്തി ഒന്നും കർത്താവ് നോക്കത്തില്ല. കർത്താവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടാൽ നമ്മൾക്ക് ഒരിക്കലും അടങ്ങിയിരിക്കാൻ സാധിക്കത്തില്ല. യേശുവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട ഒറ്റ മനുഷ്യർക്കും യേശുവിനെ കുറിച്ച് സാക്ഷിക്കാതിരിക്കാൻ പാടത്തില്ല എന്ന് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. കടന്നു വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വലിയ മനോഹരമായ പാട്ടുകൾ പ്രസംഗങ്ങളെല്ലാം ചെയ്യുവാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് കടന്നു വന്ന ദേവദാസിമാർ നമ്മുടെ നടുവിലുള്ളതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥനാപൂർവ്വം ഇരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസമായിട്ട് ഇത് മാറുകയും നിങ്ങളെല്ലാവരും മടങ്ങിപ്പോയി നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഭവനത്തിലെ എല്ലാം കർത്താവിൻ്റെ സാക്ഷിയുവാൻ ഉയരത്തിലെ വലിയ ശക്തി ലഭിക്കുന്ന ഒരു മീറ്റിംഗ് ആയിട്ട് തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് നിന്നെ കർത്താവ് സ്വാധീനിച്ചെങ്കിൽ നിന്നിലൂടെ മറ്റനേകരെ ദൈവം സ്വാധീനിക്കട്ടെ. വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ പ്രതിദാനം ചെയ്യുന്ന യൂണിയൻ ക്രിസ്ത്യൻ വിമൻസ് ഫെലോഷിപ്പിൻ്റെ പേരിലുമുള്ള എല്ലാ ആശംസകളും ഈ പീസിനായിട്ട് അർപ്പിച്ചുകൊണ്ട് ദൈവനാമത്തിൽ നന്ദി. അടുത്ത ദുബൈയിൽ നിന്ന് കടന്നു വന്ന